നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ വൈകുന്നേരത്തെ ചായയ്ക്ക് എടുക്കാവുന്ന ഒരു ചെറുകടി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതൊക്കെ സാധാരണ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഇതുപോലെയൊക്കെയാണോ ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഞാൻ ചെയ്യുന്ന വിധം പറഞ്ഞുതരാം. ഇതിന് പേരിട്ടിരിക്കുന്നത്, ഇതിൻ്റെ പേര് കാണുമ്പോൾ തന്നെ ഇങ്ങനെയുണ്ടോ എന്ന് വിചാരിക്കും. ഇത് ഒരു തരം കട്ട്ലറ്റാണ്. കട്ട്ലറ്റ് നല്ല ആഹാരമാണല്ലോ. പലതരത്തിലുള്ള സസ്യങ്ങളും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ചേർത്ത് പിന്നെ അത് റസ്കിൻ്റെ പൊടിയിലിട്ട് തിരിച്ചും മറിച്ചും പൊടി പുരട്ടി ചുട്ടെടുക്കുന്നതാണ് കട്ട്ലറ്റ്. ഇത് അതുപോലെ ഒരു കട്ട്ലറ്റ് തന്നെയാണ്. ഞാനിതിപ്പോൾ ചുട്ടെടുക്കാനായിട്ട് വേറെ എങ്ങും പോയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടൊക്കെ തന്നെ ഇതാണ്. ഈ കട്ട്ലറ്റിൻ്റെ പേര് വൈറ്റ് കട്ട്ലറ്റ്. എന്തൊക്കെ വിഭവം റെസിപ്പി വേണമെന്ന് നോക്കാം. ഞാൻ ചെയ്തിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ പൊടി, നൈസ് പൊടി വറുത്തത് നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും. പുട്ടുപൊടി വറുത്തത് വാങ്ങാനായിട്ട് കിട്ടും. 2 പൊടികളും സമം എടുക്കുക. 1 മുറി തേങ്ങ ചിരണ്ടിയത് അതും ഈ പൊടിയിലിടുക. അതിലേക്ക് ആവശ്യമുള്ളതായ ഉപ്പ് അതും എടുത്തിടുക. എന്നിട്ട് പച്ചവെള്ളത്തിൽ ഉപ്പും മാത്രമായിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചാൽ കുഴയ്ക്കുമ്പോൾ ഇതിന് ഇത്തിരി മയം കിട്ടും. എളുപ്പത്തിൽ വിട്ടുപോരാനൊക്കെ തുള്ളി വെളിച്ചെണ്ണ കൂടി ചേർക്കുക. എന്നിട്ട് പച്ചവെള്ളം കൊണ്ട് അങ്ങോട്ട് കലക്കി സ്പൂണിട്ട് ഇളക്കി അല്ലെങ്കിൽ തവിയിട്ട് ഇളക്കി ദോശയുടെ മാവിൻ്റെ വലിപ്പത്തിലാകാം. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ട്? ഇപ്പോൾ പകുതി പുട്ടുപൊടി, 1 ഗ്ലാസ് പുട്ടുപൊടി, 1 ഗ്ലാസ് നൂലപ്പത്തിൻ്റെ പൊടി, അതിന് വേണ്ടതായ ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം ചതച്ചത് അതിലേക്ക് ഇടുക. എന്നിട്ട് വെള്ളം ഒഴിച്ചങ്ങോട്ട് കലക്കിയിട്ട് തേങ്ങ 1 മുറി തേങ്ങ ചിരണ്ടിയിട്ട് അതും ഇടുക. ഇത് എന്നിട്ട് എല്ലാം കൂടി കലക്കിയിട്ടുള്ള ആ മാവ്, ദോശമാവ് പോലെയുള്ള മാവ് ഒരു അടുപ്പ് ഗ്യാസ് കത്തിച്ച് പകുതി ഫ്ലെയിം വെച്ചിട്ട് കുറുക്കിയെടുത്ത ഒരൊട്ടും തന്നെ പാത്രത്തിലൊന്നും പറ്റിപ്പിടിക്കാണ്ട് തിരിച്ചും മറിച്ചും സാവകാശം പെട്ടെന്ന് പകുതി വയ്ക്കണമല്ലോ, ഗ്യാസ് അത്ര പെട്ടെന്ന് അടിച്ച് കയറുന്നുണ്ട്. ഇളക്കി നല്ല ഒരു ഉണ്ടയായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തു വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിൽ തന്നെ ഇരുന്നാൽ ഇവിടെ ചൂട് പിടിച്ചിട്ട് ഉണങ്ങിപ്പോകും. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അടച്ചട വയ്ക്കുക. ഈ പാത്രം വെള്ളം ഒഴിച്ചിടുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കൈ നോക്കുമ്പോൾ അസലായിട്ട് ചൂടൊക്കെ അറിയുണ്ട്. നമുക്ക് കൈ കൊണ്ട് പിടിക്കാവുന്ന ചൂടാണ്. അപ്പോൾ കൈ വെള്ളത്തിൽ മുക്കി ആദ്യം അസലായിട്ടൊന്നും അങ്ങോട്ട് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചെറുനാരങ്ങ വലിപ്പമുള്ള ഓരോ ഉണ്ടകളായിട്ട് ഒരു പ്ലേറ്റിൽ അങ്ങോട്ട് നിരത്തുക. ഇഡ്ഡലി പാത്രം അടുപ്പത്താണ് വയ്ക്കുക. വെള്ളം ഒഴിച്ച് പുഴുങ്ങാനാണ്. കൊഴുക്കട്ട പുഴുങ്ങാൻ പോവുകയാണ്. കൊഴുക്കട്ട തന്നെയാണിത്. കൊഴുക്കട്ടയുടെ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട പോലെയൊക്കെ. ഇതിലേക്ക് ഉരുട്ടി വച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കുമ്പോൾ അത് പരിപ്പ് വടക്കൊക്കെ പരത്തുന്ന പോലെ ഒന്നങ്ങോട്ട് പരത്തുക. പരിപ്പ് വടയുടെ വലിപ്പം തന്നെ ഉണ്ടാകും. ഒന്ന് പരത്തിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു 10 മിനിറ്റ് ആവി കൊണ്ടോട്ടെ. സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളെ ഇത് പിടിക്കാത്ത നോൺ സ്റ്റിക്കിൻ്റെ തവ ഉണ്ടാവുമല്ലോ. തവ എന്ന് പറഞ്ഞാൽ കുറച്ചേ ആളുണ്ടാവുള്ളൂ. ദോശക്കല്ലിനേക്കാൾ ഇത്തിരി അതേ ആകരുത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അല്പം മതി, ഒരുപാട് വേണ്ട. ഈ പാത്രം തവ എണ്ണ അങ്ങനെ പിടിക്കാത്ത. എന്നിട്ട് ഈ പരത്തി വെച്ചേക്കുന്ന ഓരോ കൊഴുക്കട്ടയും അതിലേക്ക് വയ്ക്കുക. അതിലേക്ക് വെച്ച് ഗ്യാസ് അങ്ങനെ സ്ലോ ആക്കി വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അതിങ്ങനെ അടിയിൽ കിടന്നിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു 8-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ പതുക്കനെ കൊടിയിലിട്ട് പിടിച്ച് കൊടിയില അല്ലെങ്കിൽ ചട്ടയോ എന്തെങ്കിലും ഉണ്ട് കമഴ്ത്തി വയ്ക്കുക. അങ്ങനെ 2 പുറം മൊരിയിച്ച് എടുത്താൽ അതാണ് നമ്മുടെ വൈറ്റ് കട്ട്ലറ്റ്. ഈ വൈറ്റ് കട്ട്ലറ്റിന് ഏറ്റവും സ്വാദ് ഒന്നുകിൽ ചട്ടണിയാകാം അല്ലെങ്കിൽ ചമ്മന്തിയാകാം. കുറച്ച് പുളിയുള്ള ഒരു ചമ്മന്തി. ഞാനിന്നുണ്ടാക്കിയത് ഒരു തേങ്ങ ചമ്മന്തി. ഉപ്പ്, തേങ്ങ, കാന്താരിമുളക്, ഇഞ്ചി, കറിവേപ്പില, അല്പം പുളി, 2 മണി ജീരകം,
5-6 ഉള്ളി ഇതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് അരച്ച് നല്ല ഉരുട്ടിയൊരു ചമ്മന്തി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് കട്ട്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, വൈറ്റ് കട്ട്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനൊപ്പാനുള്ള ചമ്മന്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അടിയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 3 വൈറ്റ് കട്ട്ലറ്റ്, ഒരു ചെറിയ ഗ്ലാസ് കൊണ്ടുള്ളൊരു ഓടത്തിൽ അതിന് വേണ്ടതായ തേങ്ങാ ചമ്മന്തി. ഇതാണ് ഈ ആഴ്ചയിലെ എൻ്റെ പാചക വീതിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. വൈറ്റ് കട്ട്ലറ്റ് വിത്ത് തേങ്ങാ ചമ്മന്തി. നല്ല സ്വാദുണ്ട് കേട്ടോ. ഈ തേങ്ങയും അരിയും എല്ലാം കൂടി വെന്തിട്ട് പതുക്കനെ മുരിഞ്ഞു വരണ ചൂടെ ആ ഒരു കട്ട്ലറ്റും മുറിച്ചെടുക്കുക, ചമ്മന്തിയിലൊന്നും കൂടെ ഉപ്പ് രണ്ടും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. നിങ്ങളിത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ തന്നെ ഈ മാവ്, അരിമാവ്, അരിപ്പൊടി മാത്രമല്ല അതൊക്കെ ഉണ്ട്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഈ പൊടിയായിട്ട് അരിഞ്ഞ 2-3 പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് പറയാറ് മിക്സഡ് കട്ട്ലറ്റ് എന്നാണ്. ഇത് വൈറ്റ് അരി മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വൈറ്റ് കട്ട്ലറ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവില്ലല്ലോ അതുകൊണ്ട് ഇതുവഴി ഞാൻ ഈ റെസിപ്പി നിങ്ങളുടെ സ്വാദിഷ്ടമായി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി സമർപ്പിക്കുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇത് നമ്മുടെ ചാനൽ കഥകളതിസാഗരം. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഈ പലഹാരം എല്ലാവരും ഉണ്ടാക്കണം. എല്ലാവർക്കും